അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്തിനു വേണ്ടിയാണ് 2019 അവിടെ ശ്രീകോവിലിന് ഒരു പുതിയ വാതിൽ പണിയുവാനുള്ള ഉത്തരവ് നൽകിയത് എന്ന കാര്യം വ്യക്തമാണല്ലോ. പഴയ വാതിൽ, സ്വർണം പൊതിഞ്ഞ പഴയ വാതിൽ, 2.5 കിലോ സ്വർണം ഉണ്ടായിരുന്ന പഴയ വാതിൽ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ്. ആ വാതിൽ ഇപ്പോൾ കാണാനേ ഇല്ല. എന്തൊക്കെയാണ് ശബരിമലയിൽ നടന്നത്? ഇവിടെ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. 2019-ലും 2024-ലും ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും അംഗങ്ങളും ഞങ്ങളുടെ തന്നെ ഇടതുപക്ഷത്തിന്റെ തന്നെ CPM-ന്റെയും CPI-യുടെയും പ്രതിനിധികളായി. ഈ പ്രതിനിധികളൊക്കെ നിയമിക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് മഞ്ജുഷേ. അതായത് ഗവൺമെന്റിന്റെ കീഴിൽ നിരവധി ബോർഡുകളും കോർപ്പറേഷനുകളും ഉണ്ട്. ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി ബോഡികളും ഉണ്ട്, അല്ലാത്തതുമുണ്ട്. പക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് 1949-ൽ ചിത്തിരനാൾ മഹാരാജാവും കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഉണ്ടാക്കിയ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950 ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി നിലവിൽ വന്നു കഴിഞ്ഞാൽ നിയമപരമായി അതൊരു ഓട്ടോണോമസ് ബോഡിയാണ്. അത് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യും. അങ്ങനെ ദേവസ്വം ബോർഡിലേക്ക് പ്രസിഡന്റും മെമ്പർമാരെ ഗവൺമെന്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് ഗവൺമെന്റിനുള്ളത്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പരിപൂർണമായ ഉത്തരവാദിത്വം നിയമപരമായി അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് പ്രസിഡന്റിനും മെമ്പർമാർക്കുമാണ്. ഇപ്പോൾ 2019-ൽ എന്തൊക്കെ അഴിമതി നടന്നിട്ടുണ്ടോ അതിന്റെ യഥാർത്ഥത്തിൽ 1, 2, 3 പ്രതികളാകേണ്ടത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമാണ്. തുടർന്ന് 2024-ൽ നടന്ന അഴിമതിക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമാകണം. തുടർന്ന് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കും ആദ്യം കമ്മീഷണറും പിന്നീട് പ്രസിഡന്റുമായ വാസു. ആ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ കമ്മീഷണർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. ഇപ്പോൾ യഥാക്രമത്തിൽ 1, 2, 3 പ്രതികളാകേണ്ടത് അവർ തന്നെയാണ്. അതിന് പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ CPM നേതൃത്വം CPI നേതൃത്വം അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് ചെയ്തതെന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. മറിച്ച് ഇവരെ ഭരണസാരഥി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധമായിട്ട് ഏകദേശം 1200 ചില്ലുവാനം ക്ഷേത്രങ്ങളുടെ മേൽനോട്ടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നത്. ആ ക്ഷേത്രങ്ങൾ നടക്കേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ വ്യക്തമായിട്ടും അതിൻ്റെതായിട്ടുള്ള രീതി ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ നിയമിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം പകല് പോലെ വ്യക്തമാണ്. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ അമ്പല കൊള്ള ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാവൽക്കാരാണ്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ സെക്യൂരിറ്റി. ആ ദ്വാരപാലകരെ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ദൈവത്തിന്റെ ഗതി എന്താവും? ഞാൻ ഈശ്വരവിശ്വാസിയല്ല, പക്ഷെ എങ്കിൽ പോലും അയ്യപ്പ നിന്നെ നീ തന്നെ കാത്തോണേ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം അല്ലെങ്കിൽ നാളെ അയ്യപ്പന്റെ വിഗ്രഹം പോലും അവിടെ കാണത്തില്ല. അപ്പോൾ ഇത് അങ്ങേയറ്റ അഴിമതിയാണ്. ഇതിനകത്ത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബുവോ ഇവരെ ആരെങ്കിലും 3-4 പേരെ പ്രതിയാക്കിയാൽ പോരാ. വ്യക്തമായിട്ട് തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ഇതിനകത്ത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവില്ലാതെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എന്നുള്ള നിലയിൽ ആ ബോർഡ് കമ്മിറ്റി കൂടി എന്ത് തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കാൻ മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് അനുവാദം. അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കോ കമ്മീഷണർക്കോ ഒന്നും യാതൊരു അധികാരവുമില്ല. പോറ്റിക്ക് പൂജാധികാരങ്ങളിലുള്ള അധികാരം പോറ്റിക്കും തന്ത്രിക്കും. പക്ഷെ ഉദ്യോഗസ്ഥരാണ് പ്രതികളാവുന്നത് എന്ന് മാത്രം. ഈ പ്രശാന്തൊക്കെ അടുത്ത ദിവസം വരെ ന്യായീകരിച്ചിരുന്നത് ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല എന്നുള്ളതാണ്, എല്ലാം ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നതെന്നാണല്ലോ. അങ്ങനെ തന്നെയാണ് CPM നേതാക്കളും ഒക്കെ പറയുന്ന അങ്ങനെയാണ്. ഉദ്യോഗസ്ഥർ ചെയ്യുന്നതിന് ഭരണസമിതി എങ്ങനെ ഉത്തരവാദികളാകുമെന്ന്. ഇപ്പോൾ N. വാസു പ്രതിയായത് പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിലല്ല, ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്താണ് അദ്ദേഹം കൊടുത്തൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുന്നത് ആ വാതിൽ പാളികളുടെ കാര്യത്തിൽ. ഞാനൊരു കാര്യം കൂടെ പറയാൻ പറ്റേ, നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന കാതൽ എന്ന് പറഞ്ഞ ഇഗ്നറൻസ് ഓഫ് ലാ ഇസ് നോട്ട് എക്സ്ക്യൂസബിൾ എന്ന്. ഇഗ്നറൻസ് ഓഫ് ആക്ട് എക്സ്ക്യൂസബിൾ ആണ്. ഞാനൊരു ബോർഡിന്റെ ചെയർമാനായിട്ട് 5 വർഷം ഇരുന്നാൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന്റെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു നിവർത്തിയില്ല. അതാണ് ഇഗ്നറൻസ് ഓഫ് ലാ ഇസ് നോട്ട് എക്സ്ക്യൂസബിൾ. ഞാൻ പ്രതിയാണ്. എന്റെ ബോർഡ് ഒരു തീരുമാനമെടുത്ത് പുറത്തു പോകുമ്പോൾ അതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ 1ാം പ്രതി ഞാനാണ്. അതിന് തർക്കമൊന്നുമില്ല. ഞാൻ കൂടാതെ പിന്നെ അവിടെ ബോർഡ് ആ മിനിറ്റിൽ ഒപ്പിട്ട ബോർഡ് മെമ്പർമാരാണ് അതിലത്തെ പ്രതികൾ. ഞാൻ മാറിയുന്നതുകൊണ്ട് ഞങ്ങൾ തീരുമാനം എടുത്തു കൊടുത്തു, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റ്. 2, ബോർഡ് തീരുമാനം ഇല്ലാതെയാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടില്ല, അതിന്റെ മിനിറ്റ്സ് ഇല്ല. അപ്പോൾ വലിയ അഴിമതി അവിടെ നടന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്സുമില്ല. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനമെടുത്തിട്ടില്ല, ഉദ്യോഗസ്ഥരാണ്. മിനിറ്റ്സ് ഇല്ല, പിന്നെ എങ്ങനെയാണ്? ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് മിനിറ്റ്സിൽ കൃത്യമായിട്ട് ഒരു രേഖയും ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തു വിടുന്ന സമയത്തുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകളും ഉണ്ട് കേട്ടോ. ഉത്തരവ് വന്നിട്ടുണ്ട്, അത് ഉണ്ട് താനും. അങ്ങനെയുണ്ട്. ശരി, ശ്രീ ഷാബു പ്രസാദ്